ഹലോ ഗൈസ്. ഹലോ. വലിയൊരു ബ്രേക്കിന് ശേഷം വരുന്ന ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ ലോങ് വീഡിയോ. അപ്പം ഇത് മിക്കവർക്കും അറിയായിരിക്കും, എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. കുഞ്ഞമ്മയുടെ മോളാണ്. അപ്പൊ അവര് നമ്മുടെ ഉത്സവത്തിന് അങ്ങനെ വരാറൊന്നുമില്ല, വരാൻ പറ്റാറില്ല. കാര്യം എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ടൈമില് എക്സാം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ഉത്സവത്തിനായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമല്ല, എന്നാലും കുറെ എന്താ പറയാ, വരുമ്പോ എപ്പോഴും കൊണ്ടുവരുന്ന എനിക്ക് സ്നാക്സ്. ഈ എല്ലാ പ്രാവശ്യം ഈ കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്കിതിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. കുറെ ഇത് വാങ്ങിക്കൊണ്ട് വന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആളോട് തന്നെ ചോദിക്കാം ഇതിന്റെയൊക്കെ പേരെന്താണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പാൽഗോവ. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് സംഭവം. കേട്ടോ അവര് ഡെയിലി ഇതൊക്കെ കണ്ട് കിടക്കുന്നത് മക്കളിനോട്. ഇതിന്റെ പേരെന്താണ്? കുച്ചി ചിപ്സ് എന്നാട്ടോ പറയുന്നത്. കുച്ചി ചിപ്സ് എന്ന് പറയുമ്പോൾ കമ്പ് ചിപ്സ് എന്നൊക്കെ പറയുന്നത്. മീൻസ് ഇത് ഭയങ്കര മെലിഞ്ഞ ചിപ്സ് അല്ലേ? പൊട്ടറ്റോ ആണ് അത്. അപ്പൊ ഇത് പൊട്ടറ്റോ ആണ്. അപ്പൊ പൊട്ടറ്റോ നമ്മളെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ചിപ്സ് ആയതുകൊണ്ടാണ് അതിന് അവിടെ കുച്ചി ചിപ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പേര് തട്ടുവട. ഇതിന്റെ പേര് തട്ടുവട. കൈമുറുക്ക. എനിക്ക് തോന്നുന്നത് കയ്യിൽ ഉണ്ടാക്കുന്ന മുറുക്കായിരുന്നു കൈമുറുക്ക എന്ന് പറയുന്നത്. ഇതിന്റെ പേര് നമ്മുടെ എലിക്കപ്പലിന്റെ ഉണ്ടല്ലോ, ഇത് ഓൾറെഡി പൊട്ടിച്ചത് പകുതി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേര് നമ്മളെന്താ പറയുന്ന മസാലക്കടല. നമ്മളിവിടെ അങ്ങനെയല്ലേ പറയാം, മസാലക്കടല. ഇത് മസാലയൊന്നും ചേർക്കാത്ത പൊട്ടറ്റോ ചിപ്സ്. ഇത് ഭയങ്കര തിന്നായിട്ടായിരുന്നത്. ഇതും ഇതിന്റെ പേര് എല്ലാം ഇത് പൊട്ടറ്റോ ചിപ്സിന്റെ തന്നെ പല ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഓൾറെഡി ഇതൊക്കെ പൊട്ടിച്ച് കഴിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് തന്നെ കുറച്ച് വലിയ പാക്കറ്റ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് എരിയുള്ള ടൈപ്പാണ്. പൊട്ടറ്റോയിൽ തന്നെ കുറച്ച് എരിയുള്ള ടൈപ്പ്. ഇത് വെളുത്തുള്ളി ഭയങ്കര ചെറിയ വെളുത്തുള്ളി ആയിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് കസ്തൂരി മഞ്ഞൾ, ഇത് കാട്ട് മഞ്ഞൾ, ഇത് പയറ് പൊടി. ഈ സാധനം അപ്പം അവര് യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും കുറച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് പൊട്ടുകടല. ഇത് നോർമലി ഇവര് കൂടുതൽ ഉപയോഗിക്കുന്നത് ചമ്മന്തി അരയ്ക്കുമ്പോൾ കൂടുതൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, തേങ്ങയുടെ കൂടെ. അപ്പം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അച്ചാർ 2 ടൈപ്പ് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാങ്ങാ പിക്കിൾ, മാങ്ങാ ഊരുക അവര് പറയുന്നത്. പിന്നെ ഇത് ലെമൺ, പിന്നെ ഡേറ്റ്സ്. അപ്പം നാരങ്ങയും ഡേറ്റ്സും കൂടെ ചേർന്നിട്ടുള്ള അച്ചാർ. ഇപ്രാവശ്യം ഈത്തപ്പഴം പിന്നെ നാരങ്ങ കൂടെ ചേർന്നിട്ടുള്ള അച്ചാർ. ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഇപ്പൊ വന്നാലും പിന്നെ നോക്കാതെ ഇടാറില്ലല്ലോ. നല്ല പുളിയും മധുരം ഒക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഇരിക്കുമ്പോ ഇത് നല്ല പറയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അടുത്ത മാങ്ങ അച്ചാർ. പിന്നെ കുറെ കമ്മലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ കമ്മലുകളൊന്നും യൂസ് ചെയ്യാറില്ല. ചെറിയ ഇതുപോലത്തെ ഷർട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ എല്ലാം മേടിച്ച് വെച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പോ എന്തായാലും ഒരു മാസമൊക്കെ കാണിച്ചില്ലേ, 1 മാസം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം വരുമ്പോഴത്തേക്ക് എന്നെ ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ, വീഡിയോ എടുക്കണം. അപ്പൊ നമ്മളിവിടെ നിന്ന് പുതിയ കണ്ടന്റൊന്നും ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് സമയം കിട്ടാറില്ല. പിന്നെ ആള് വരുമ്പോൾ ഭയങ്കര ബൂസ്റ്റ് ചെയ്യിക്കുവാണ്. വീഡിയോ എടുക്കണം, ഫോൺ വോയിസ് ചെയ്യണം, പിന്നെന്താ പറയാ വോയിസ് ഓവർ കൊടുക്കണം ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും നാട്ടുകാരെന്ന് വിചാരിക്കും, വീട്ടുകാരൊരു വിഷയമില്ല കേട്ടോ, നാട്ടുകാരെന്ന് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങ് മടിക്കുന്നത്. പിന്നീടാണ് ഓർത്തത് ശരിക്കും ഈ നാട്ടുകാരെയൊക്കെ പേടിക്കുന്ന കാര്യമുണ്ട് നമുക്ക്. വൈറ്റ് സ്റ്റോൺസ് ആണ് കൂടുതൽ മേടിച്ചിരിക്കുന്നത്. കുറെ കമ്മലുകൾ, കുഞ്ഞു കമ്മലുകളുണ്ട്. കുറെ കുഞ്ഞു കമ്മലുകളുണ്ട്. എല്ലാം വൈറ്റ് ആണ്. ആള് വൈറ്റിന്റെ ആളാണോ ഡൗട്ടുണ്ട്. എല്ലാത്തിനും വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇത് വെള്ളിയുടെ ഒരു ടൈപ്പാണ് കേട്ടോ.
കുറച്ച് കുപ്പിവളയൊക്കെ വെച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പല കളറ്, പച്ച, ചുവപ്പ്, നീല, പിന്നെന്താ മെറൂൺ, അങ്ങനെ കുറെ വളകൾ കൊണ്ടുവന്നിട്ടുണ്ട്. വന്നപ്പോഴേ ആദ്യം എനിക്ക് വളയാണ് കേട്ടോ കയ്യിലിട്ട് കിട്ടോ. വള കുപ്പിവള എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നോർമലി എങ്ങനെ ഇട്ടുകൊണ്ട് പോകത്തൊന്നുമില്ല. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുപ്പിവള ഇടാറുള്ളൂ. വള എന്താ ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു കാര്യം, നാളെ നമ്മുടെ ഉത്സവമാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉത്സവത്തിന് ഇവര് എല്ലാരും കൂടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വള നാളെ ഉത്സവത്തിന് പോകുമ്പോൾ ഇടാം. പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ അത്രേ ഉള്ളൂ. അതുപോലെ ഒന്ന് പൊട്ടി പൊറുമയാണ്. എനിക്ക് കുറച്ച് പൊരുമ കുറവാണ്, സമാധാനം എനിക്ക് കുറച്ച് കുറവാണ്. അപ്പോഴ് നമ്മളെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗൈസ് ഇവൾക്ക് എന്തോ പറയാനുണ്ടെന്ന്, അപ്പം എന്താ പറയാനുള്ളത് പറഞ്ഞോ. गाइस எல்லாம் வந்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. உங்க சப்போர்ட் எங்களுக்கு ரொம்ப முக்கியம். சோ ப்ளீஸ் சப்ஸ்கிரைப். ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ